എക്വിപ്സ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഫിനാൻഷ്യൽ ഇയർ മാറ്റുന്ന വിധം. നമസ്കാരം. എക്വിപ്സ് ഇന്നോവേഷൻസ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ പഴയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഫിനാൻഷ്യൽ ഇയർ ലോഗിൻ ചെയ്യാം എന്ന് നോക്കാം. ഫിനാൻഷ്യൽ ഇയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യമായി സോഫ്റ്റ്വെയറിലെ മുകൾ ഭാഗത്തുള്ള മെനുവിൽ നിന്ന് ടൂൾസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെയായി കാണുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിനായി നിങ്ങൾക്ക് കീബോർഡിലെ ഷിഫ്റ്റ് 7 എന്ന ഷോർട്ട്കട്ട് കീയും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ വരുന്ന പുതിയ വിൻഡോയിൽ മുകൾ ഭാഗത്തായി ഫിനാൻഷ്യൽ ഇയറുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വർഷത്തെ ഡാറ്റയാണോ നോക്കേണ്ടത് ആ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത ശേഷം താഴെയുള്ള ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. മാറ്റം പരിശോധിക്കുക. ഇപ്പോൾ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും മുകളിലായി ടൈറ്റിൽ ബാർ ഫിനാൻഷ്യൽ ഇയറിന്റെ കോഡ് മാറിയതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ആ പഴയ വർഷത്തെ ഡാറ്റയിലേക്കാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇതിലൂടെ ഉറപ്പുവരുത്താം. തിരികെ പുതിയ വർഷത്തിലേക്ക് വരാൻ തിരികെ നിലവിലുള്ള ഫിനാൻഷ്യൽ ഇയറിലേക്ക് ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ വരാൻ 2 വഴികളുണ്ട്. ഒന്നുകിൽ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്ത് എക്സിറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായി പുതിയ വർഷം ലോഡ് ആകും. അല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടൂൾസ് മെനുവിൽ പോയി ഫിനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകുക. ഇപ്പോൾ സോഫ്റ്റ്വെയറിനു മുകളിൽ പുതിയ വർഷത്തിന്റെ നമ്പർ വന്നത് ശ്രദ്ധിക്കുക. ഈ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫിനാൻഷ്യൽ ഇയർ മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. നന്ദി.